കേരളത്തിൽ 40 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വിസ്മയം കാണാനുള്ള യാത്രയാണിന്ന്. ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയെ അടുത്തറിയാനാണ് ഈ യാത്ര. ട്രെയിൻ ബേക്കൽ സ്റ്റേഷനിലേക്ക് നീങ്ങുകയാണ്. വളരെ അപൂർവം ട്രെയിനുകൾക്ക് മാത്രമേ ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ളൂ. മറ്റു ട്രെയിനുകളിൽ വരുന്നവർ കാസർഗോഡോ കാഞ്ഞങ്ങാടോ ഇറങ്ങി ബേക്കലിലേക്ക് റോഡ് മാർഗം എത്തണം. ബേക്കൽ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ചധികം നടക്കാനുള്ള ദൂരമുണ്ട് ബേക്കൽ കോട്ടയിലേക്ക്. 1.5 കിലോമീറ്ററിലധികം. ബേക്കൽ കോട്ടയിലെത്തി. ഒരാൾക്ക് 25 രൂപയാണ് നിരക്ക്. ബേക്കൽ കോട്ടയുടെ പ്രധാന കവാടം വടക്കോട്ട് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ മുൻവശത്ത് തന്നെ ഒരു കിടങ്ങ് കാണാം. ആ കിടങ്ങ് കുഴിച്ചെടുത്ത ലാറ്ററൈറ്റ് കട്ടകൾ കൊണ്ടാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ കാവൽക്കാരുടെ അറകൾ കാണാം ഇരുവശത്തും. ഒരു പടുകൂറ്റൻ ഗേറ്റാണ് ഇവിടെയുള്ളത്. ഇത് പിൽക്കാലത്ത് നിർമ്മിച്ചതായിരിക്കും. ഗേറ്റ് കടന്ന് അല്പം മുന്നോട്ട് പോയാൽ ഹനുമാൻ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കാണാം. ഇത് ഇന്നും ഇവിടെയുള്ള പ്രാദേശിക ഭക്തർ ആരാധിച്ചു പോരുന്നു. അങ്ങനെ ക്ഷേത്രവും കോട്ടയെക്കുറിച്ചുള്ള വിവരണങ്ങളുമെല്ലാം വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അടുത്ത പ്രധാന കവാടത്തിലെത്തുന്നു. അങ്ങനെ നമ്മൾ കോട്ടയുടെ ഉൾഭാഗത്തെത്തിക്കഴിഞ്ഞു. ബേക്കൽ കോട്ട ഖനനം ചെയ്തപ്പോൾ പലതരത്തിലുള്ള ഘടനകളാണ് ലഭിച്ചിട്ടുള്ളത്. കോട്ടയ്ക്കുള്ളിൽ താമസിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള റെസിഡൻഷ്യൽ ബ്ലോക്കുകൾ, ഇക്കേരിയിലെ നായക്കരുടെ കാലത്ത് നിർമ്മിച്ച ദർബാർ ഹാൾ, മിന്റ് ഹൗസുകൾ, കൊട്ടാര സമുച്ചയങ്ങൾ, ടിപ്പു സുൽത്താന്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്ര സമുച്ചയം, വിവിധ രാജവംശങ്ങളുടെ ചെമ്പ് നാണയങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, ടെറാക്കോട്ട മുദ്രകൾ, കോപ്പർ ഡൈക്കേസ്, വിജയനഗര കാലത്തെ ടെറാക്കോട്ട മുദ്രകൾ, ഇങ്ങനെ ഒരുപാട് പുരാവസ്തുക്കളും ലഭിച്ചു. ഇത് കോട്ടയ്ക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിണറാണ്. ബേക്കൽ കോട്ടയിലെ ഏറ്റവും ഉയരം കൂടിയ വാച്ച് ടവർ ഇതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കോട്ടയുടെ സമഗ്രമായ ചിത്രം നമുക്ക് ലഭിക്കും. കാഞ്ഞങ്ങാട്, പള്ളിക്കരൈ, ബേക്കൽ, കോട്ടിക്കുളം, ഉദുമ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെ പട്ടണങ്ങളുടെ വിശാലമായ കാഴ്ചയാണ്. ശത്രുവിന്റെ ചെറിയ ചലനങ്ങൾ പോലും കണ്ടെത്തുന്നതിൽ കോട്ടയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഈ നിരീക്ഷണ കേന്ദ്രത്തിന് തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ടായിരുന്നു. ഏകദേശം 14 മീറ്റർ ഉയരത്തിലാണിത്. 9 മീറ്റർ നീളമുള്ള ചെരിഞ്ഞ പാത വാച്ച് ടവറിന്റെ മുകളിലേക്ക് നയിക്കുന്നു. 8 തൂക്ക് പോയിന്റുകളുണ്ട്. വാസ്തുവിദ്യ വീക്ഷണകോണിൽ ഇത്തരത്തിലുള്ള അഷ്ടഭുജാകൃതിയിലുള്ള ഉയർന്ന വാച്ച് ടവർ കൊളോണിയൽ വാസ്തുവിദ്യയുടെ കീഴിലാണ് വരുന്നത്. ഇത് ഇൻഡോ പോർച്ചുഗീസ് ശൈലിയിലാണ്. വാച്ച് ടവറിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ സമീപത്തായാണ് നേരത്തെ കണ്ട കിണർ. ഏകദേശം 10-16 കിണറുകളുണ്ട് ഈ കോട്ടയ്ക്കകത്ത്. ബേക്കൽ കോട്ടയുടെ കിഴക്ക് ഉൾവശത്ത് വാച്ച് ടവറും അകത്തെ ചുറ്റുമതിലിനൊപ്പം ചെറിയ കിടങ്ങുകളും കിഴക്ക് വശത്ത് ഒരു കൊത്തളവും കൊണ്ട് അധിക സംരക്ഷണം നൽകിയിട്ടുണ്ട്. അവിടെ രാജാവ് താമസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ദർബാർ ഹാൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന നീണ്ട ചതുരാകൃതിയിലുള്ള ഘടനാപരമായ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നാണ് വെളിച്ചത്തു കൊണ്ടുവന്നത്. ഇവിടെ ഒരു മാഗസിൻ റൂം കാണാം. ഇത് ഇൻഡോ പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ ഒരു മിശ്രിതമാണ്. പ്ലാനിംഗ് വാഗൻ ബോൾട്ട് മേൽക്കൂരയുള്ള ചതുരാകൃതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇതാണ് ആ മാഗസിൻ റൂം. ലാറ്ററൈറ്റും ലൈം പ്ലാസ്റ്ററും ഉപയോഗിച്ച് നിർമ്മിച്ച ഹിന്ദു വാസ്തുവിദ്യ ശൈലിയിലാണ് അതിന്റെ പ്രവേശന കവാടം. ടിപ്പു സുൽത്താന്റെയും ബ്രിട്ടീഷുകാരുടെയും കാലത്ത് ഒരുപക്ഷെ ഇത് വെടിമരുന്ന് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഞങ്ങൾ പോയത് ഒരു വേനൽക്കാലത്താണ്, ഏപ്രിൽ മാസത്തിൽ. അതിനാൽ തന്നെ ഇവിടെ ആകെ കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. അസഹനീയമായ ചൂടാണ് അനുഭവപ്പെട്ടത്. ഇവിടെ കുറെ ബംഗ്ലാവുകൾ കാണാം. ക്യാപ്റ്റൻ ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന ഭാഗം ഇതാണ് എന്ന് കരുതുന്നു. ബേക്കൽ കോട്ടയ്ക്ക് ആകെ 15 കൊത്തളങ്ങളാണുള്ളത്. ഇവയിൽ അർദ്ധവൃത്താകൃതിയിലുള്ളതുണ്ട്, അഷ്ടഭുജാകൃതിയിലുള്ളതുണ്ട്, ഓവൽ, ചതുരം തുടങ്ങിയ പല ആകൃതിയിലുള്ള കൊത്തളങ്ങളുണ്ട്. കൊത്തളങ്ങളുടെ കൊത്തുപണിയുടെ പ്രത്യേകത എന്തെന്നാൽ ഉയരം കൂടുന്നതനുസരിച്ച് വെട്ടിയ കല്ലുകളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അഗ്രഭാഗത്ത് ചെറിയ മുറിച്ച കല്ലുകൾ, പീരങ്കികൾക്കായുള്ള പഴുതുകൾ തുടങ്ങിയവ കാണാം. ഇനി കോട്ടയുടെ ചരിത്രത്തിലേക്ക് പോകാം. കാസർഗോഡിലെ ബേക്കൽ, പനയാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന കോട്ടയർ സമുദായത്തെ കോട്ടകൾ പണിയുന്നതിനായാണ് നായ്ക്കർ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഈ പ്രദേശം തിരിച്ചുപിടിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി കോലത്തിരികളും നായ്ക്കരും തമ്മിൽ നീണ്ട പോരാട്ടം തന്നെ നടന്നിട്ടുണ്ട്. അവസാനിക്കാത്ത യുദ്ധങ്ങൾക്ക് അവസാനം കണ്ടത് ഹൈദരലിയുടെ ഉദയത്തോടെയാണ്. പിന്നീട് ബേക്കൽ മൈസൂർ സുൽത്താൻമാരുടെ കൈകളിലായി.
മലബാർ പിടിച്ചെടുക്കാനുള്ള മഹത്തായ സൈനിക പരിവേഷണത്തിന് നേതൃത്വം നൽകിയപ്പോൾ ടിപ്പു സുൽത്താന്റെ ഒരു പ്രധാന സൈനിക സ്റ്റേഷനായി ബേക്കൽ മാറി. ബേക്കൽ കോട്ടയിൽ അടുത്തിടെ നടത്തിയ പുരാവസ്തു ഖനനത്തിൽ നിന്ന് കണ്ടെത്തിയ നാണയങ്ങളും മറ്റു പുരാവസ്തുക്കളും മൈസൂർ സുൽത്താൻമാരുടെ ശക്തമായ സാന്നിധ്യത്തിന്റെ തെളിവാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മരിച്ച ടിപ്പു സുൽത്താന്റെ രക്തസാക്ഷിത്വത്തോടെ മൈസൂർ ഭരണം അവസാനിച്ചു. തുടർന്ന് കോട്ട ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി. അന്ന് കമ്പനി പുതുതായി സംഘടിപ്പിച്ച പുതിയ താലൂക്കിന്റെ ആസ്ഥാനമായിരുന്നു ബേക്കൽ. പിന്നീട് ബേക്കൽ താലൂക്കിന്റെ സ്ഥാനത്ത് കാസർഗോഡ് താലൂക്ക് സ്ഥാപിക്കുകയുണ്ടായി. ക്രമേണ ബേക്കലിന്റെയും തുറമുഖത്തിന്റെയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രാധാന്യം കുറഞ്ഞു. 1956 സംസ്ഥാന പുനഃസംഘടനയോടെ കാസർഗോഡ് കേരളത്തിന്റെ ഭാഗമായി. ഇക്കേരി നായക്കരുടെ ഒരു പ്രധാന ഭരണാധികാരി വെങ്കടപ്പ നായക ബേക്കൽ പണിതു എന്നാണ് ഒരു പതിപ്പ്. എന്നാൽ ചിലർ പറയുന്നത് സദാശിവ നായകയാണ് കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചതെന്നാണ്. കോലത്തിരിയാണ് കോട്ട പണിതതെന്നാണ് മറ്റൊരു പതിപ്പ്. ആര് പണിതതായാലും 40 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ബേക്കൽ കോട്ട ഒരു വിസ്മയം തന്നെയാണ്. ബോംബെ സിനിമയുടെ ചിത്രീകരണത്തോടെയാണ് ബേക്കൽ കോട്ട ജനപ്രിയമായത്. കോട്ടയുടെ എല്ലാ സൗന്ദര്യവും ഉയരെ എന്ന ആ ഗാനത്തിൽ ആവിഷ്കരിക്കപ്പെട്ടു. ജനങ്ങൾക്ക് ഉല്ലാസത്തിനും ഒഴിവു സമയം ചെലവഴിക്കാനുമുള്ള ഒരു സ്ഥലം മാത്രമായി മാറിയിരിക്കുന്നു ബേക്കൽ കോട്ട. ചരിത്രം എന്തെന്ന് മനസ്സിലാക്കാൻ ആർക്കും സമയമില്ല. ഗവൺമെന്റ് അതിനുള്ള മാർഗങ്ങളൊന്നും ഇവിടെ സ്വീകരിച്ചിട്ടില്ല. പ്രധാന സ്ഥലങ്ങളിലൊന്നും സൂചനാ ബോർഡുകളോ മറ്റോ സ്ഥാപിച്ചിട്ടില്ല. കേരളത്തിൽ ഇങ്ങനെയൊരു വലിയ കോട്ട വന്നതിന് പിന്നിലുള്ള ചരിത്രം എന്തെന്ന് എത്ര പേർക്കറിയാം? ആർക്കിയോളജിക്കൽ സർവേക്ക് കീഴിലാണ് ഈ കോട്ട ഇപ്പോൾ. കോട്ടയുടെ ഘടന എന്തെന്നോ വാസ്തുവിദ്യ പ്രത്യേകതകൾ എന്തെന്നോ ഖനനത്തിലൂടെ എന്തെല്ലാം കണ്ടെത്തിയെന്നോ മറ്റോ ഉള്ള വിവരങ്ങൾ ഇവിടെ കണ്ടില്ല. ചരിത്രം അന്വേഷിക്കുന്നവർക്ക് ഇവിടെ എത്തിയാൽ ഒരു അങ്കലാപ്പായിരിക്കും ഉണ്ടാവുക.